എഴുതി വെച്ചത് 2 വീക്ക് ബ്രിഡ്ജിനാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതാണ്. യാക്ഷി എന്ന് പറയുന്നൊരു ചെക്ക് പോസ്റ്റാണ്. തുർക്കിയിൽ നിന്ന് നമ്മുടെ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോവുകയാണ്. ആ ബോർഡറിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള ഒരു ചെക്ക് പോസ്റ്റും ഒരു ചെറിയ വില്ലേജും ഒക്കെ കൂടെയാണ് യാക്ഷി. ഇതുണ്ട് പട്ടാളത്തിൻ്റെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് മുമ്പിലുള്ളത്. ഇനി നമുക്ക് മുമ്പോട്ട് പോകാണ്ട് ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ പെർമിറ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതുണ്ടോ ഇവിടെ ഒരു ബങ്കർ ഇതുണ്ടോ. ഇവിടെ എന്തെങ്കിലും ആക്രമണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആളുകൾക്കൊക്കെ വന്ന് ഇറങ്ങി സേഫായിട്ട് ഇവിടെയുള്ള വില്ലേജിലുള്ള ആളുകൾക്കൊക്കെ പോലീസുകാർക്കും ഒക്കെ ഇറങ്ങിയിരിക്കാനുള്ളൊരു ബങ്കറാണിത് കേട്ടോ. ഉണ്ടോ കോൺക്രീറ്റ് ചെയ്ത് ഇടയിലേക്ക് ഉണ്ടാക്കിയിരിക്കുക ബങ്കർ. ഇതുണ്ടോ വാ. ഇവിടെ പിന്നെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഇതുപോലെ മലനിരകൾ മാത്രമാണ്, കൽക്കെട്ടുകൾ. ഏത് നിമിഷവും അടന്ന് വീഴാവുന്ന കല്ലുകളും കൽക്കെട്ടുകളും. അവിടെ ഇങ്ങനെ ഐസ് കാണുന്നുണ്ട്. അതൊരു പക്ഷേ മിക്കവാറും പാകിസ്ഥാൻ ആയിക്കൂടാകില്ല. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു ബോർഡർ വില്ലേജ് താങ്, ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യാസ്. ഡിസ്റ്റൻസ് 3.5 കിലോമീറ്റർ. ഇതാട്ടോ ഷോക്ക് റിവർ. ഷോക്ക് പോട്ടെ വണ്ടി പോട്ടെ. ഇവിടെ ഒരു പാലം പണിയാന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെയാന്ന് തോന്നുന്നു. ഇവിടെ റോഡ് മോശമായിട്ടുണ്ട്. ആയിരത്തി 1971 മുമ്പ് ഈ ഭാഗങ്ങളും തുർത്തുക്കും ഒക്കെ പാകിസ്ഥാൻ്റെ കീഴിലായിരുന്നു. പാകിസ്ഥാനായിരുന്നു ഇതൊക്കെ. ആ യുദ്ധത്തിൽ 71 യുദ്ധത്തിൽ ഇന്ത്യ തിരിച്ചു പിടിച്ച സ്ഥലങ്ങളാണിത് കേട്ടോ. അങ്ങനെ ഈ ഭാഗത്തുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ LOCയുടെ ലാസ്റ്റ് വില്ലേജാണിത്, താങ്. ഈ താഴെ കാണുന്നതാണ് താങ് വില്ലേജ്. ഇതുണ്ടോ ഈ ഒരു കുറഞ്ഞ ഏരിയ, ഈ കാണുന്നതാണ് താങ് വില്ലേജ്. അവിടെ നിന്ന് അങ്ങനെ താഴോട്ട് പോയാൽ ആ കോണുകളിൽ ഈ ഭാഗങ്ങളിൽ കാണുന്നതൊക്കെ പാകിസ്ഥാനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മലകളിൽ കുറേ ഭാഗങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗങ്ങളാണ്. അവിടെയൊക്കെ പാകിസ്ഥാൻ ബങ്കറുകളൊക്കെ ഉണ്ട്. പാകിസ്ഥാൻ നിരീക്ഷണം നമ്മളെ ഇപ്പം കാണുന്നുണ്ടാവും. നമ്മളൊക്കെ അവിടെ നിൽക്കുന്ന എല്ലാം പാകിസ്ഥാൻകാർ കാണുന്നുണ്ടാവും. ഇതാ നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത്. അവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. അവിടെയാണ് ആളുകൾ കുറേ ഉണ്ട്, വന്നിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ചൊരു ഹൈറ്റുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ താഴോട്ട് പോവാം. അങ്ങനെ ആ ഏറ്റവും കുന്നിൻ്റെ എല്ലാ മണ്ടകളിലും ഉണ്ടാവും കേട്ടോ. ഇന്ത്യയുടെ ഈ ഏറ്റവും ടോപ്പ് ഭാഗങ്ങളിലാണ് പട്ടാളക്കാർ ഏറ്റവും കൂടുതലുള്ളത്. അവിടെ നിന്നൊക്കെ നിരീക്ഷണങ്ങളുണ്ടാവും. ഇതാ ഈ മലയുടെ മുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയില്ല, അത്രയും ദൂരമാണല്ലോ. ശരിക്കും ബൈനോക്കുലറൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോർഡറിൽ ചെന്നപ്പം ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പുകളിലൊക്കെ ബങ്കറുകൾ കാണാം. അതിലൊക്കെ പട്ടാളക്കാരും ഉണ്ട്. അവിടെ നിന്ന് എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്. പണ്ട് കാർഗിൽ സംഭവിച്ച ഓരോരബദ്ധം ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി അത് താഴെയുള്ള സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടെയാണ് ഒരു കറക്റ്റ് ബോർഡർ കാണാൻ പറ്റുന്ന സ്ഥലം.
Nation first, always Tang, the last border village of India. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ക്ലിയർ ഇച്ചിരി കുറയും, എന്നാലും സൂം ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങറ്റത്ത് കാണുന്ന ആ സ്ഥലമാണ് പാകിസ്ഥാൻ. അങ്ങേയറ്റത്ത് കാണുന്ന ആ ഒരു വില്ലേജ്, അതുമുതൽ അങ്ങോട്ട് പാകിസ്ഥാനാണ്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. एप्रिकॉट है? हाँ के टेस्ट कर लो सर। ये कितना रेट? आधा किलो है? ये आधा किलो नहीं सर, 300 ग्राम है, 250 का। कितना ग्राम? 250। 250 ग्राम का कितना? 300 ग्राम। 300 रुपये? 300 ग्राम 250 ഓ, 250 രൂപയാണ് കേട്ടോ. ഇതിനൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലാണല്ലോ. പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് നമ്മൾ തിരിച്ച് നേരെ ഹുണ്ടർ ഏരിയയിലേക്ക്, ഹുണ്ടർ നുബ്ര വാലി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവാണ്. ഇല്ല, ശരിക്കും നമുക്ക് ഏറ്റവും അടുത്ത് നല്ല വൃത്തിയായിട്ട് ബോർഡർ കാണാൻ പറ്റുന്നത് വാഗാ ബോർഡറിൽ തന്നെയാണ് കേട്ടോ. ബാക്കിയെല്ലാം ഇങ്ങനെ ബൈനോക്കുലർ വെച്ച് നോക്കേണ്ട ഒരു അവസ്ഥയിലുള്ള ബോർഡറുകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അടുത്തേക്ക് നമ്മളെ പട്ടാളം വിടൂല. ഇതുകൊണ്ട് ഈ മതിലിനപ്പുറം സ്കൂളാണ് കേട്ടോ. സ്കൂൾ പട്ടാളത്തിൻ്റെ സ്കൂളാണ് ഇവിടെ വില്ലേജേഴ്സിന് വേണ്ടിയിട്ട്. ഇവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ പട്ടാളക്കാരായിരിക്കും. ഒരു വാട്ടർ ക്രോസിംഗ് ആട്ടോ. ഇന്നലെ ഞങ്ങൾ കുടുങ്ങിയതാണ് ഇവിടെ. ഈ JCB കാരൻ ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടു. ഇന്നിവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇന്ന് വളരെ കുറവാണേ. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര വെള്ളമായിരിക്കും. ഇപ്പോൾ നോക്കി അവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ ഫുള്ള് വെള്ളമായിരുന്നു. എന്തായിരുന്നു നമ്മൾക്ക് വെള്ളത്തിൻ്റെ ഞാൻ എടുക്കാൻ വെള്ളം അങ്ങോട്ട് എടുക്കുക. अरे को आने के लिए रुका ना हम लोग. ഈ ഭാഗം മുഴുവൻ ഭയങ്കര വെള്ളമായിരുന്നു ഇന്നലെ വൈകുന്നേരം. ഇന്നിപ്പം വലിയ കുഴപ്പമില്ല. ഈ കല്ലിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയി. അതിന് മോളിക്കോടെയായിരുന്നു വഴി. കുറച്ച് സ്പീഡിലെടുക്കുക, നേരെ കയറും. എന്നിട്ടും ആ മൺകൂന പോലെ കിടന്ന
ഉച്ച കഴിഞ്ഞതിന് മുമ്പ് പോയി തിരിച്ചു വരും മക്കളെ, നല്ല വഴി പണിയാവും. ബൈക്കിന് പ്രശ്നമില്ല, രണ്ടുപേരും വെച്ച് കൂടിയാ എടുത്തോണ്ട് പോവാം. അങ്ങനെ ആ വലിയ വാട്ടർ ക്രോസിന് കഴിച്ചിലായി. വെള്ളം വളരെ കുറവായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഉച്ച കഴിഞ്ഞാൽ കൊടുങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. ഷയോക്ക് നദി ക്രോസ് ചെയ്യാൻ പോവാണേ. ഇതുണ്ടോ, ഇതൊരു നദിയാണ്. ഇപ്പം വെള്ളം കുറവുണ്ട്. ഒരു തൂക്കുപാലം. പലകയാണ് കേട്ടോ, മുകളിൽ പലകയാണ് ഇട്ടിരിക്കുന്നത്. എത്ര റോപ്പാന്ന് നോക്ക്. 3, 6, 12 റോപ്പ്. 12 റോപ്പ് മേലാണ് ആ പാലം നിൽക്കുന്നത്. ഇവിടുന്ന് വരുന്ന വെള്ളം നല്ല വെള്ളം. വണ്ടി എടുക്കുന്നുണ്ട്. आपकी शारीरिक शक्ति खत्म हो जाती है। उसका इलाज हमारे पास में है, हमारे ही दवा खाने में बनाई हुई दवाई, वो भी 100% आयुर्वेदिक है। इंशाअल्लाह इन दवाइयों में अव्वल दर्जे की जड़ी बूटियां में इन दवाइयों का सेवन करने से आप लोगों की जो बीमारी है वो आपको बिल्कुल भी खत्म। ऐसा है। इधर ज़्यादा मतलब बुद्धिस्ट लोग है ना, वो लोग को कन्वर्ट किया है। हाँ जम्मू, लेकिन अभी तो श्रीनगर में मतलब थोड़ा ये हो गया ना, मतलब पब्लिक सुधर गया ना अभी। हाँ सर, एक बार दिखावा है, दिखावा है। हाँ ഇനി അങ്ങോട്ട് സൂപ്പർ വഴി കേട്ടോ. 161 കിലോമീറ്റർ. നമ്മളെപ്പോൾ എത്തും? 107 കിലോമീറ്റർ. BROയുടെ പണിക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതാ BROയുടെ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ നിന്നൊരു ചായ കുടിച്ചു. ഇനി വീണ്ടും അടുത്ത യാത്ര. അത് നമുക്ക് പുഴേനെ വിടാൻ മനസ്സില്ല.
ഈ ഷയോക്കിന്റെ സൈഡിൽ കൂടെ തന്നെയുള്ള കലാപരിപാടിയേ ഉള്ളൂ. സവാരി ഗിരിഗിരി റേഡിയോ എഞ്ചിൻ അയച്ചു തന്നിട്ട് പിന്നെ തൂറാനൊക്കെ നല്ലതായിരുന്നു. വൻകിട സെറ്റപ്പാണ്. ടെൻ്റ് അടിക്കാനും പറ്റും കേട്ടോ. അതുകൊണ്ട് ഈ പൊത്തിലൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റും സുഖമായിട്ട്. ടെന്റ് കണ്ടില്ല, വൻ ഗുഹയാട്ടോ അത്. അതിനാണ് ടെന്റ് വേണ്ടായിരുന്നു. നല്ല ചൂടും ഉണ്ടാവും. കിടക്കില്ല. ശരിക്കും പണിയൊക്കെ ആയിരിക്കും. ടിപ്പു സുൽത്താൻ്റെ ഒക്കെ ചിലപ്പോൾ തുരങ്കമായിരിക്കും കേട്ടോ ഇവിടുന്ന്. പെട്ടു. വാട്ടർ ക്രോസിങ്, വലിയ വാട്ടർ ക്രോസിംഗ് ആണ്. ഈ വാട്ടർ ക്രോസിങ് നമ്മൾ ക്രോസ് ചെയ്താൽ കുടുങ്ങിയാൽ പെടും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കല്ലുകളൊന്നും പെറുക്കി കളയാനും പറ്റില്ല. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. ഐസൂരിക്ക് വരുന്ന വെള്ളമല്ലേ, ഒരു രക്ഷയില്ല. ലഡാക്കിലെ പല മെയിൻ റോഡുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാട്ടർ ക്രോസിംഗ് ഉണ്ടാവും. വാട്ടർ ക്രോസിങ്ങിലൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാകുക. ഇതുണ്ടോ, ഇന്നലെ ഞങ്ങൾ ഒന്ന് പെട്ടു. വണ്ടി ക്രോസ് ചെയ്തോളാൻ പറഞ്ഞ് ക്രോസ് ചെയ്ത് വെള്ളത്തിൻ്റെ നടുവിലെത്തിയപ്പോഴത്തേക്കും വണ്ടി അവിടെ നിന്ന് പോയി. കല്ല് കുടുങ്ങിയിട്ട് വണ്ടി അവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങൾ ഇറങ്ങി തള്ളി നോക്കി, ഒരു രക്ഷയില്ല. ഇറങ്ങി തള്ളുക എന്ന് പറഞ്ഞാൽ ഇത് ഐസ് വാട്ടറാണ്. കാലം കൊണ്ട് വെള്ളത്തേക്ക് വെക്കുമ്പോഴത്തേക്കും മരച്ചിട്ട് ഒരു രക്ഷയില്ല. പിന്നെ അവസാനം അവിടെ JCB ഉണ്ടായിരുന്നതുകൊണ്ട് ആ JCBക്കാരൻ കെട്ടി വലിക്കിയത്. JCBക്കാരനില്ലേ കുടുങ്ങി. കാരണം രാത്രി ഒരു 9 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വെള്ളമാവും. വണ്ടി അടക്കം ഒലിച്ചും പോകും. അത്രയ്ക്ക് വെള്ളം വരും. ഏതായാലും ആ ഭീകരതയെന്ന് JCBക്കാരനുള്ളതുകൊണ്ട് കഴിച്ചില്ല. ഇവിടെ JCB ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. തൽക്കാലം ഇവിടെ ഷയോക്ക് നദിയുടെ തീരത്ത് ഇവിടെ ടെൻ്റ് അടിക്കാൻ തീരുമാനിച്ചു. വേറൊരു ഫാമിലി കൂടെ ഉണ്ട് കേട്ടോ വണ്ടി. അവർ പഞ്ചാബീസാണ്. അവരും ഞങ്ങളെപ്പോലെ പെട്ടിട്ടുണ്ട് ഇവിടെ. ഇനി പാങ്കോങ് ലേക്കിലേക്ക് ഏതാണ്ട് 1 മണിക്കൂർ യാത്രയുണ്ട്. ഷയോക്ക് എന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്താറായി. ഒരു 10 കിലോമീറ്റർ കൂടെ പോയാൽ ഷയോക്ക് എന്ന സ്ഥലമാവും. ഏതായാലും ഇന്നിവിടെ ടെൻ്റ് അടിക്കുക. അങ്ങ് പഞ്ചാബിലോട്ടാ ഞങ്ങൾക്ക് പിടി. അയാൾ പറഞ്ഞ ഡയലോഗ് എനിക്ക് വിഷമായ അവിടുത്തെ നമുക്ക് വിട്ടു പോകാനുണ്ടാവില്ല. അന്യൊന്നും എടുത്തിട്ടുള്ള വെള്ളം എൻ്റെ 2 കയ്യിലും. പോയോ? ചാർജ് തീർന്നോ? അതിനകത്ത് വെള്ളം ഒരു ഗുണമുള്ള സാധനമല്ല കേട്ടോ. വീട്ടിൽ 10 കുപ്പി എടുക്കുമ്പോഴത്തേക്കും. പക്ഷേ ഇനി ആദ്യത്തെ പ്രാവശ്യത്തെ വാങ്ങിയിട്ടുണ്ടല്ലോ 4 ബാരലൊക്കെ കിട്ടും. അതെ, അത് അയച്ചിട്ട് അതിൻ്റെ ബാറ്ററി മാറ്റാൻ പറ്റും. അവനെ കുറച്ചുകൂടി MH കൂടിയ ബാറ്ററി, കൂടിയ ബാറ്ററി.
ആദ്യത്തെ തവണത്തെ അത്രയും ഇതില്ലല്ലോ. പുതിയ ചോറ് അരി ഇടുമ്പോ പഴയ ചോറ് ഇട്ടിട്ട് ഇന്നലത്തെ ആ വലിയ വെള്ളമുള്ള സ്ഥലത്തേക്ക് രാവിലെ ഞങ്ങൾ എത്തിയതാണ്. പക്ഷേ നോക്ക്, റോഡ് കിടന്നിടത്തൊന്നുമില്ല. ഇതുണ്ടോ, ഇതിലേക്ക് അത്യാവശ്യം റോഡുണ്ടായിരുന്നതാണ്. ആ റോഡ് മുഴുവൻ ഇല്ലാതായി. ഇതിനകത്തൂടെ ഇനി എങ്ങനെ ചാടിച്ചു കൊണ്ടുപോവുക? വേറെ വഴിയില്ല റോബിനെ? അറിയില്ല അതിനെക്കുറിച്ച്. താഴെ കണ്ട ജംഗ്ഷനിൽ നിന്ന് കണ്ട് തിരിഞ്ഞു പോകാൻ വഴിയുണ്ടല്ലോ. താഴെ കണ്ട ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് പോകേണ്ടി വരും ഇനി വേറെ വഴിക്ക്. നമ്മൾ ഒരു ദിവസം 2 ദിവസം ക്യാമ്പ് ചെയ്താൽ നമുക്ക് പോകണം. അപ്പുറത്തെ വഴിക്ക് പോകാൻ അപ്പുറം വഴിയില്ല. നമുക്കിനി പോകേണ്ടത് ഇവിടെ നമ്മൾ തിരിച്ചു വരുന്നില്ല, മണാലിക്കല്ലേ പോകണേ. ദൈവം, ഇനിയിപ്പം മിലിറ്ററിയുടെ JCB വന്ന് നന്നാക്കേണ്ടി വരും അല്ലേ? കഞ്ഞി കളയാത്തത് തന്നെ. എനിക്ക് കുടിക്കാലോ, അത് കളയാത്തതെന്തായി? എനിക്ക് കുടിക്കാലോ. ഇതിലേക്ക് നല്ല സൂപ്പറായിട്ട് കയറി ഒഴി കേട്ടോ. പിന്നല്ലാതെ അവിടെ വരെ ഒഴിക്കുക മാത്രമല്ല റോബിനെ, ഈ കല്ലിന്റെ മുകളിൽ കൂടെ ഇന്നലെ പോയായിരുന്നു. എനിക്ക് അവസ്ഥ ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ ഈ കല്ലൊക്കെ ഇപ്പൊ തെളിഞ്ഞു വന്നായിരിക്കും. നമ്മൾ കിടന്നപ്പോ സമാനത്തോടു കൂടി കിടന്നുറക്കിയല്ലോ. വണ്ടി ഇവിടെ വെച്ചാൽ ഇവിടെ കിടന്നുറങ്ങുന്ന അവസ്ഥ. ആ നായി പോയത് അവന് വെള്ളത്തിലാണ് പോയത്. റോഡ് ഉണ്ടാക്കി പോകേണ്ട ഗതിയായി. പുതിയ റോഡ് ഉണ്ടാക്കി പോവാട്ടോ. ഇതൊക്കെ ക്ലിയർ ചെയ്താൽ അപ്പോൾ കുറേ കല്ലൊക്കെ പെറുക്കിയിട്ട് ഒരു വണ്ടി അതിന് മുകളിൽ കുറേ കടത്തി അവിടം വരെ എത്തി. അവിടെ ആളുകളുടെ ഇഷ്ടം പോലെ വന്നതിൻ്റെ പേരിൽ എല്ലാവരും കൂടി കല്ല് പെറുക്കിയിട്ട് ക്ലിയർ ചെയ്യുക. ഒരു 200 മീറ്ററോളം ദൂരം മൊത്തം റോഡില്ലാതായി കണ്ടോ. അപ്പോൾ എന്താ വെള്ളമായിരിക്കും ഈ രാത്രി വന്നേ നോക്ക്. ഇപ്പം കണ്ടോ, രാവിലെ ആയപ്പോൾ ഒട്ടും വെള്ളമില്ല. രാവിലെ വളരെ ക്ലിയറായി. പക്ഷേ രാത്രിയിൽ ഇതിലെ ഗംഭീര വെള്ളമായിരുന്നു. नहीं लगा ना ये फाइट, ठीक है ना? ठीक है, अब अगर तेज चलेगा भी बंदा कोई टेंशन नहीं, आप रुकना, अभी बाकी गाड़ी निकालना. रुकेंगे यार, जाएंगे. ഓ മൈ ഗോഡ്, പോട്ടെ അങ്ങോട്ട്. ആ കയറട്ടെ. ആ പോട്ടെ. കല്ല് തെറിക്കുക, ബേക്കിൽ മാറണേ കല്ല്. ആ എടാ, ബേക്കെടുക്ക് അവിടെ കുഴി. ആ ഓക്കെ. ഒന്ന് കറങ്ങിപ്പോയി കഴിഞ്ഞാൽ സംഗതി അവിടെ കുഴിഞ്ഞു പോകും. ഓക്കെ, സക്സസ്. ഓ, അത്ര താഴെ തിരിക്കണടാ. ഓ, തീരെ താഴെടുത്തേ. ശരി.
ഇവിടുന്ന് അങ്ങോട്ട് അത്ര കല്ലിന്റെ പ്രശ്നമില്ല, വെള്ളം ഇങ്ങനെ പരന്നൊഴുകുന്ന ഒരു കല്ല് നോക്കണേ, ഇപ്പൊ തെറ്റിയ കല്ല്. തീർക്കട്ടെ. ആകാശം നിൽക്കുന്നത് അവിടെ കല്ലൊന്നുമില്ല, എനിക്കറിയാം. അവിടെ വെള്ളമുള്ളൂ. എന്റെ ഷൂ അല്ലേലും നനച്ചു പണ്ടാരാണ്. ഉള്ളി കയറിയ വെള്ളം. ഉള്ളി കയറിയില്ല, അവിടെ കല്ല് പറ്റിച്ച് പോ. കണ്ടോ, എല്ലാവരും കൂടെ കുടുംബക്കാരും നടന്നില്ലേ? ഇല്ലേ മയിൽ നോക്കി എന്തോ അവിടെ പോയി ഐഡിയ കണ്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഹാപ്പി ഹാപ്പി. എന്തായാലും അവന്മാരെ സമ്മതിക്കണം അല്ലേ? പിന്നല്ല, ഇവിടെ അങ്ങനെയല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എന്നാന്നറിയോ, ആരെങ്കിലും JCB പറഞ്ഞ സമയത്തിലാവുന്ന ആർക്കറിയാം. ഇന്നലെ തന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോ 12 മണി ആയപ്പോഴാണ് അവരവിടെ ക്ലിയർ ചെയ്തത്. നടുവൊന്ന് മുകളിലേക്ക് അണക്കി വരാൻ കൊടുക്കൂല. ഇല്ല, വടി പോലെ നോക്കി ഇതേ. അവർക്ക് ഇനി വണ്ടി വരാനുണ്ടോ? നുബ്ര വാലിയിൽ നിന്ന് ഷയോക്ക് വരെ ശരിക്കും ഷയോക്ക് നദിയിലൂടെ തന്നെയായിരുന്നു യാത്ര. ഇപ്പോൾ ആ ഷയോക്ക് നദിയെ വിട്ടിട്ട് നേരെ മുകളിലേക്ക് കുറച്ച് ചുരം കയറി എത്തിയിട്ടുണ്ട്. ഇതുവരെ ആ ഷയോക്ക് വരെയുള്ള യാത്ര ശരിക്കും ഭയങ്കര ദുരിതമായിരുന്നു കേട്ടോ. വഴിയും വളരെ മോശമാണ്, കണ്ടമാനം വാട്ടർ ക്രോസിംഗ് ഉണ്ട്, വണ്ടിക്കൊക്കെ ഭയങ്കര പരിക്ക് പറ്റാനുള്ള ചാൻസ്. നമ്മുടെ വണ്ടിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, എല്ലാ വണ്ടിക്കും അതിൽ വരുന്ന വണ്ടികൾക്കൊക്കെ പരിക്ക് വരുന്നു. ശരിക്കും ആ റൂട്ട് ഒഴിവാക്കി വരുന്നതാണ് ഏറ്റവും നല്ലത്. വേറൊരു റൂട്ട് നുബ്ര വാലി വന്നു കഴിഞ്ഞാൽ ലേയിൽ വന്നിട്ട് തിരിച്ചു പോകണം, അത് കണ്ടമാനം ചുറ്റി വേണം വരാൻ. അതുകൊണ്ടാണ് എല്ലാവരും ഈ റൂട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വളരെ ദുരിതം പിടിച്ചൊരു വഴിയാണ്. അങ്ങനെ ദുരിതം പിടിച്ച ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ പാങ്കോങ് തടാകം കണ്ടുകെട്ടി.
ഓ ഇതാ പാങ്കോങ് തടാകത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. വിവിധ നിറങ്ങളിൽ നീല കളറില് ഓ പട്ടാളത്തിൻ്റെ ബോട്ടുകൾ, റഡാറ് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ ചൈനയുമായിട്ട് യുദ്ധം നടന്നൊരു സ്ഥലമാണല്ലോ അത്. പാങ്കോങ് നദിയുടെ തീരത്താണല്ലോ ചൈനയുമായിട്ട് നമ്മൾ ഈ അടുത്ത് യുദ്ധം നടത്തിയത്. അപ്പോൾ റഡാറിലുള്ള നിരീക്ഷണമുണ്ട്. ബോട്ടുകൾ, പട്ടാളത്തിൻ്റെ ബോട്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഏതെല്ലാം സൈസ് കളറാണ് പറയുന്നത്. ലക്ഷദ്വീപിൽ കടലിൻ്റെ ഒരു കളറ് പോലെ ഉണ്ട് കേട്ടോ. പറ്റില്ല, വാ വാ, കണ്ട് ആസ്വദിക്കാനേ പറ്റില്ല. സൂപ്പർ. ഇറങ്ങി ഒന്ന് കുളിക്കണം. ഒരു കുപ്പി വെള്ളം വീട്ടിൽ കൊണ്ടുപോകണം. പാങ്കോങ് ലേക്ക്. അങ്ങനെ പാങ്കോങ് ലേക്ക് വല്ലാത്തൊരു യാത്രയായിരുന്നേ. പല സ്ഥലത്തും പല കളറുണ്ട്. അത് ആ മല റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കിലോമീറ്റേഴ്സ് ഇതാണ് എൻ്റെ ഇറങ്ങിയിട്ടെടുത്തോട്ടോ. വളരെ ദുരിതപ്പെട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. വഴിപണി കാരണം ആകെ റോഡ് പാറ്റ മോശമായി. എന്തായാലും കഷ്ടപ്പെട്ടതിൻ്റെ മുതലായി. അത്രയ്ക്ക് ഭംഗിയാണ് ഈ ലേക്ക് കാണാൻ. അതിൻ്റെ കളറും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അടിപൊളി. എല്ലാവരും ഭയങ്കര റെക്കോർഡിങ്ങിൻ്റെ തിരക്കിലാണ്. പാങ്കോങ് ലേക്കിൻ്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ ഇവിടെ. ടൂറിസ്റ്റുകൾ, വണ്ടികളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മുകളിലൊക്കെ എല്ലാം കോട്ടേജസ് ആണ്. കോട്ടേജസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് മുകളിൽ. അതിൻ്റെ മുകളിൽ നല്ല മഞ്ഞുമലയും.
വളരെ ഫേമസ് ആയിട്ടുള്ള 3 ഇഡിയറ്റ്സ് എന്ന സിനിമയുടെ കസേരയും ഇതാ ബൈക്കുകൾ. എൻ്റെ അമ്മോ, ഇതാ സിനിമയിൽ ഒരു ബൈക്കും കണ്ട് ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷേ അതേപോലുള്ള നിരവധി ബൈക്കുകളാണ് ഇവിടെ നേരത്തെ വെച്ചിരിക്കുന്നത് കേട്ടോ. ചെയറും. ത്രീ ഇഡിയറ്റ്സ്. അങ്ങനെ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഹിമാലയത്തിലെ വലിയൊരു സാൾട്ട് വാട്ടർ തടാകമാണ് ഈ പാങ്കോങ് ലേക്ക്. പക്ഷെ കടലിലെ വെള്ളത്തിൻ്റെ ഒരു ഉപ്പൊന്നുമില്ല കേട്ടോ, ലൈറ്റായിട്ടുള്ള ഒരു ഉപ്പുള്ളൂ. വെള്ളത്തിനൊരു വഴുവഴുപ്പുണ്ട് കേട്ടോ. ആ ഉപ്പിൻ്റെ ഉപ്പുണ്ട്, ഉപ്പ് രസം ഉണ്ടെങ്കിലും കടലിലെ വെള്ളത്തിൻ്റെ ഉപ്പൊന്നുമില്ല. അത്രയില്ല, എന്നാലും ഉണ്ട്, ലൈറ്റായിട്ട്. തിരക്കില്ല. എനിക്ക് വന്നതൊക്കെ പൊട്ടാഷ്യൻ്റെ മലയാ. എന്തോ സൾഫറിൻ്റെയോ അങ്ങാണ്ടൊക്കെ ഒരു ഇതാണ് പറയുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. അതിലേക്ക് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ട് തണുപ്പ്? പറഞ്ഞാൽ മതി. പ്രവീണിനോടൊന്ന് പറഞ്ഞാൽ മതി. പാങ്കോങ് ലേക്ക് സൂപ്പറാണ് കേട്ടോ, അടിപൊളി. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല നീല കളർ, ചെറിയൊരു ഉപ്പ് രസം, അടിപൊളി. ഉപ്പ് ഫ്രഷ് വാട്ടർ ഉണ്ടല്ലോ. Where is Bucket 2 Idiots? Oh. Oh. Complete हुआ 3 Idiots. Complete हुआ. അടിപൊളിയാട്ടോ. നമ്മൾ ടൂറിസ്റ്റുകളെല്ലാം ഉള്ള ആ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നാണ്. എന്താ നോക്കുക എൻ്റെ കളറ്, അടിപൊളി. ഇത് കണ്ടോ, ഇവിടെ ആരുടെയും ശല്യമില്ല, ടൂറിസ്റ്റുകളൊന്നുമില്ല. ഇത് കണ്ടോ, അതെ, പട്ടാളക്കാരുടെ കുറഞ്ഞ ശല്യം മാത്രമേ ഉള്ളൂ.
സൂപ്പർ. കുറച്ച് മഞ്ഞും കൂടെ അതിന് മുകളിൽ കൂടെ മലകളിൽ കൂടെ ഉണ്ടായിരുന്ന രസമായിരുന്നു അല്ലേ. കുറച്ച് മഞ്ഞുണ്ട് എന്നാലും. പാങ്കോങ് ലേക്കിൻ്റെ മനോഹരമായൊരു ദൃശ്യം. അടിപൊളി. കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വളരെ നല്ല രസമാണ്. കഷ്ടപ്പാടിൻ്റെ മെയിൻ കാരണം റോഡ് പണിയായതുകൊണ്ടാണ്. പാങ്കോങ് ലേക്കിനോട് വിട പറയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ മണാലി സൈഡിലേക്ക് പോവാണ്. റോഡുകളൊക്കെ പണി നടക്കുന്നതുകൊണ്ട് വളരെ ദുരിതമാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം.